നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ പദവിയിലേക്ക് വീണ്ടും തിരിച്ചെത്തുന്നു ഡൊണാൾഡ് ട്രംപ്. കൂടുതൽ കരുത്തനായി തന്നെയാണ് ഇത്തവണ വീണ്ടും രണ്ടാം ടൈമിൽ അധികാരത്തിലെത്തുന്നതും വളരെ ശക്തമായ ചില നീക്കങ്ങൾ തന്നെയായിരിക്കും ഇനി മുന്നോട്ട് കാണാനിരിക്കുന്നത്. കൃത്യമായ അജണ്ട, പദ്ധതികൾ, പ്ലാൻ ഇതൊക്കെ തന്നെ ട്രംപിനുണ്ട്. ഇത്തവണ എന്ത് ചെയ്യുമെന്നുള്ളത് പ്രവചിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ഭരണാധികാരിയായി ട്രംപ് ലോകത്തെ തന്നെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. അതിൽ ചില കാര്യങ്ങൾ നേരത്തെ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ്. അതിൽ അമ്പരപ്പിക്കുന്ന പല സംഭവങ്ങളുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ കുടിയേറ്റത്തിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്ന പ്രഖ്യാപനമടക്കം നേരത്തെ നടത്തിയിരുന്നു. പല നിർണായക തീരുമാനങ്ങളും അങ്ങനെ ട്രംപ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആദ്യ ദിവസം തന്നെ പ്രതീക്ഷിക്കാം. താൻ ഇതുവരെ പറഞ്ഞിരിക്കുന്ന സകലമാന വാഗ്ദാനങ്ങളും നടപ്പിലാക്കുമെന്നും അതിൻ്റെ ഉത്തരവുകളടക്കം പുറത്തു വരുമെന്ന ഉറപ്പുകൂടിയാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വിദേശ നയത്തിലും കുടിയേറ്റത്തിലും അതുപോലെ ഗർഭഛിദ്രത്തിലുമൊക്കെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിലടക്കം പല മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുമെന്നാണ് കരുതുന്നത്. വൈറ്റ് ഹൗസിലെ ആദ്യ ദിവസം ഏറ്റവും അധികം എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പാസാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് എന്ന ഖ്യാതി, ആ പേര് ജോ ബൈഡനാണുള്ളത്. 9 ഓർഡറുകളിൽ ഒറ്റ ദിവസം അദ്ദേഹം ഒപ്പുവെച്ചു. അതിൽ 6 ട്രംപ് ഭരണകൂടം കൊണ്ടുവന്ന നയങ്ങളെ തിരുത്തുന്ന രീതിയിലായിരുന്നു. എന്നാൽ തൻ്റെ നയങ്ങളെ തിരുത്തിയത് ട്രംപ് ആദ്യ ദിവസം തന്നെ ബൈഡൻ നയങ്ങളെ തിരുത്തുന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. അതിലേതൊക്കെ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഒരു കാര്യം ഉറപ്പാണ്, ലക്ഷോപലക്ഷം ആളുകളെ രാജ്യത്തിൻ്റെ പടിയളച്ച് പിണ്ടം വയ്ക്കുന്ന കുടിയേറ്റ നയം തന്നെയായിരിക്കും അതിലേറ്റവും പ്രധാനപ്പെട്ടത്. സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ ആദ്യ ദിവസം വിദേശികളുടെ മേൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞതാണ്. ട്രംപ് ഇത് ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. നാളെ സൂര്യൻ അസ്തമിക്കുന്നതോടെ നമ്മുടെ രാജ്യത്ത് കടന്നുകയറ്റം അവസാനിക്കുന്നു. പ്രചാരണത്തിൽ പലതവണയും ഇത് തന്നെ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം ആളുകളെ കുടിയൊഴിപ്പിക്കാൻ പോകുന്നു. അതിന് കുറച്ച് സമയമെടുക്കുമെങ്കിലും വലിയ ചിലവ് വരുമെങ്കിലും, എന്തിനേറെ പറയുന്നു, നിയമനിർമ്മാണം പോലും നടത്തേണ്ടി വരുമെങ്കിൽ പോലും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഓരോ പ്രതിസന്ധികളെയും ചരിത്ര വേഗത്തിലായിരിക്കും താൻ പരിഹരിക്കാൻ പോകുന്നതെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. യാതൊരുവിധ രേഖകളുമില്ലാതെ കുടിയേറിയവരെ നാട് കടത്തുന്നതിൽ ഒരു ദയയും പ്രതീക്ഷിക്കേണ്ട എന്നും റിമെയിൻ ഇൻ മെക്സിക്കോ എന്ന നയം പുനഃസ്ഥാപിക്കുമെന്നും ട്രംപ് പറയുന്നു. ബൈഡൻ സർക്കാരിൻ്റെ എല്ലാ അതിർത്തി നയങ്ങളോടും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് അതിനെയൊക്കെ തന്നെ തച്ചുടയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ട്രംപ് പോകുന്നത്. രാജ്യത്തിൻ്റെ തന്നെ ദക്ഷിണ മേഖലയിലെ അതിർത്തി അടച്ചുപൂട്ടാൻ ടൈറ്റിൽ 42 ഉപയോഗിക്കുമെന്നും ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുമെന്നും അടക്കം ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങളിലുണ്ട്. അമെൻമെൻറ്റ് 14 അനുസരിച്ച് രാജ്യത്തിനകത്ത് ജനിക്കുന്നവർക്ക് പൗരത്വം കൊടുക്കുന്ന നിയമം ജന്മാവകാശ പൗരത്വം എന്നതാണ്. എന്നാൽ ഭരണത്തിലെത്തിയാൽ താൻ ആദ്യം ചെയ്യുന്നത് അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാടുകടത്തൽ പദ്ധതിയായിരിക്കും. അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ 1798 ഏലിയൻ ഇൻമീസ് ആക്ട് നടപ്പിലാക്കാനും ട്രംപ് പ്രഖ്യാപിക്കുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജാപ്പനീസ് കുടിയേറ്റക്കാരുൾപ്പെടെയുള്ളവർക്കെതിരെ ഉപയോഗിച്ച ഒരു കാടത്ത നിയമമാണിത്. പക്ഷേ ഈ പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കുന്നതൊന്നും വളരെ വേഗത്തിലല്ല. ട്രംപിന് ഏറ്റവും നന്നായി അതറിയാം. ഭേദഗതികളടക്കം, ഭരണഘടനാ ഭേദഗതികളടക്കം, കടുത്ത നിയമ പോരാട്ടങ്ങളടക്കം, അന്താരാഷ്ട്ര ബന്ധങ്ങളെ പോലും ഉലയ്ക്കുന്ന രീതിയിലേക്കൊക്കെ തന്നെ ഇത് മാറിയേക്കും. എന്നിരുന്നാലും ഇത് നടപ്പിലാക്കാതെ പിന്നോട്ടില്ല എന്നാണ് ട്രംപ് പറയുന്നത്. ഇനിയുണ്ടാകുന്നത് നികുതി ചുങ്കം ചുമത്തുന്നതിലെ ചില മാറ്റങ്ങൾ ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു തിരിച്ചടിയായി മാറുന്ന വിഷയം. ഇന്ത്യക്കടക്കം പരിഭ്രമിക്കാൻ വസ്തുതകളുള്ള സംഭവം. ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധികളെ പൂർണ്ണമായും പരിഹരിക്കാൻ ട്രംപിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി തന്നെ ഇതുതന്നെയാണ്. സാധാരണക്കാരുടെ ചെലവ് വർദ്ധിപ്പിക്കാതെ എങ്ങനെ പണപ്പെരുപ്പത്തിന് വഴിവെക്കാതെ താരിഫുകൾ മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും? വലിയ ചോദ്യമാണ്. അതിൽ ആഭ്യന്തര എണ്ണയുടെ ഖനനം വർദ്ധിപ്പിച്ചും കാനഡ, മെക്സിക്കോ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്കുള്ള ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചും പണപ്പെരുപ്പത്തെ ശക്തമായി നേരിടാൻ സാധിക്കുമെന്നാണ് ട്രംപിൻ്റെ വാഗ്ദാനം. കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് കനത്ത ടാക്സ് ചുമത്താനായിരിക്കും ആദ്യം എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ട്രംപ് ഒപ്പുവയ്ക്കാൻ പോകുന്നത്. അമേരിക്കയിലേക്ക് ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും 25% നികുതി. ചൈനയ്ക്ക് 25% മറിച്ച് അതിന് പുറമെ 10% അധിക നികുതിയും. ഇതാണ് ട്രംപിൻ്റെ നയം. താരിഫുകളിൽ ട്രംപ് കടുത്ത നിലപാട് സ്വീകരിച്ചാൽ ഇന്ത്യയെ അടക്കം പ്രതികൂലമായി ബാധിക്കുമെന്നതിൽ സംശയമൊന്നും തന്നെയില്ല. ഉയർന്ന താരിഫ് ആഭ്യന്തര ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. സ്വയം പര്യാപ്തത അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വളർത്തിയെടുക്കാനായി ശ്രമിക്കും. പക്ഷേ അങ്ങനെ ഉയർത്തുമ്പോൾ വിലക്കയറ്റം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ആഗോളതലത്തിൽ പോലും അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ഇനി ഇന്ത്യ അടക്കമുള്ള വ്യാപാര പങ്കാളികളുമായിട്ടുള്ള ബന്ധത്തിൽ വലിയ ഉലച്ചിലുണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല. ഇനി ഏറ്റവും വിവാദമായ മറ്റൊരു വിഷയം
രാജ്യത്തെ ട്രാൻസ്ജെൻഡറുകൾക്ക് മേലുള്ള വലിയ നിരോധനം, അവരെ തച്ചുടയ്ക്കുന്ന നിയമനിർമ്മാണങ്ങൾ, അവരുടെ അവകാശങ്ങൾ സംബന്ധിച്ച് ട്രംപ് എപ്പോഴും കടുത്ത നിലപാട് തന്നെയാണ്, വിയോജിപ്പ് തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത്. അത് പല സാഹചര്യങ്ങളിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ സ്ത്രീകൾ പലപ്പോഴും പുരുഷന്മാർ എന്നാണ് ട്രംപിൻ്റെ കണക്കുകൂട്ടൽ. അവർ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനെ പരിമിതപ്പെടുത്താനാണ് ട്രംപിൻ്റെ നീക്കം. അവരെ സ്ത്രീകളായി പരിഗണിക്കുമ്പോഴും അവർ ശരിക്കും പുരുഷന്മാരാണെന്നുള്ള നിലപാടാണ് ട്രംപിൻ്റെ മനസ്സിലുള്ളത്. പുരുഷന്മാർ എന്തിനാണ് സ്ത്രീകളുടെ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നതെന്നാണ് ട്രംപിൻ്റെ ചോദ്യം. ഇതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് താൻ ആദ്യം ശ്രമിക്കുന്നത്. ഹോർമോൺ തെറാപ്പി ഉൾപ്പെടെയുള്ള പരിചരണ രീതികൾ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുമെന്നാണ് ട്രംപിൻ്റെ ഭീഷണി. LGBTQ സമൂഹത്തിനിടയിൽ വലിയ വിമർശനം ഇതിന് പിന്നാലെ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ട്രംപ് അധികാരത്തിലെത്തുമെന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ ഒട്ടനവധി ആളുകൾ രാജ്യം വിട്ട് തന്നെ പുറത്തു പോകാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ്, 5 വർഷക്കാലത്തേക്ക് രാജ്യം വിടുന്നുവെന്നാണ് പലരും പ്രഖ്യാപിച്ചത്. ഇനി ഏറ്റവും വിവാദമായ മറ്റൊരു വിഷയവും തിരഞ്ഞെടുപ്പ് പ്രചരണ മേളയിൽ കമലാ ഹാരിസും ട്രംപും അടക്കം ചൂണ്ടിക്കാട്ടിയ ഏറ്റവും പ്രധാന വിഷയം ഗർഭഛിദ്രത്തിലെ അബോർഷനിലെ നിലപാടാണ്. അബോർഷൻ നിരോധനത്തിനോട് അനുകൂല സമീപനമാണ് ട്രംപിനുള്ളത്. എന്നാൽ ട്രംപ് ഇതിലെന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് കണ്ടറിയണം. റോ വേഴ്സസ് വെയ്സ് കേസിലെ സുപ്രീം കോടതി വിധി അബോർഷൻ നിയമത്തിൽ വലിയ നിർണായകമാണ്. അതിൽ ട്രംപ് അടക്കം വലിയ പോരാട്ടമാണ് നടത്തിയത്. ഗർഭഛിദ്രമെന്ന് പറയുന്നത് അമേരിക്കയിൽ ഭരണഘടനാപരമായ അവകാശമല്ല എന്നാണ് സുപ്രീം കോടതി പറയുന്നത്. അതിൽ സംസ്ഥാനങ്ങൾക്ക് തന്നെ വ്യക്തിപരമായ തീരുമാനമെടുക്കാനുള്ള അവകാശം കോടതി കൊടുത്തു. പക്ഷേ രാജ്യത്ത് ഗർഭഛിദ്രം നിരോധിക്കില്ല, സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിലപാട് താൻ സ്വീകരിക്കുമെന്ന് പലപ്പോഴും പ്രചരണ സമയത്ത് പോലും ട്രംപ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇനി ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അടക്കമുള്ള ചികിത്സയുടെ ചിലവ് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് അകത്ത് കൊണ്ടുവരാനുള്ള ചുവടുവയ്പ്പുകൾ അമേരിക്കയിൽ ട്രംപ് നടത്തുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിൽ കാര്യമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാൻ കഴിയും. ഇനി വിദേശ നയം തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഒരു യുദ്ധം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, സമാധാനത്തിലേക്ക് പോകുന്നു. മറ്റൊരു യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് തന്നെ വേണമെന്ന ആവശ്യമുയരുന്നു. മറ്റു പലയിടങ്ങളിലും അസ്വസ്ഥത നിറയുന്നു. ആഭ്യന്തര വിദേശ നയങ്ങളിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളുടെ തുടർച്ച തന്നെയായിരിക്കും രണ്ടാം ടൈമിലും കാണുന്നത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്ക ഫസ്റ്റ് എന്നീ മുദ്രാവാക്യങ്ങളൊക്കെ തന്നെ ട്രംപ് അമേരിക്കയ്ക്ക് മുന്നിൽ വലിയ പ്രതീക്ഷകൾ തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഉക്രൈനിലെയും മിഡിൽ ഈസ്റ്റിലെയും സംഘർഷം വളരെ വേഗത്തിൽ തീർക്കാൻ വേണ്ടി ട്രംപിന് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്ന് ട്രംപ് തന്നെ തുറന്നു പറയുന്നു. ഗാസയിലെ വെടിനിർത്തൽ കരാർ കൂടി എടുത്തു പറയേണ്ട വിഷയമാണ്. ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ഇത് അവസാനിച്ചു. 15 മാസം നീണ്ടുനിന്ന യുദ്ധം ഇക്കാലയളവിൽ ഒന്നും തന്നെ അവസാനിപ്പിക്കാൻ കഴിയാത്തത് കൃത്യം 20-ാം തീയതിക്ക് മുൻപ് തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ ട്രംപിൻ്റെ ശക്തിയായി തന്നെയാണ് നോക്കിക്കാണുന്നത്. ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിലാണ് ഹമാസും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ച ധാരണയായതെങ്കിലും ഇതിൽ ട്രംപിനും പ്രധാനപ്പെട്ടൊരു പങ്കുണ്ടെന്നാണ് പറയുന്നത്. പലതവണ ചർച്ച നടത്തി പരാജയപ്പെട്ട കരാർ ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നത് ട്രംപ് അധികാരത്തിൽ കയറുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് എന്നുള്ളതും ഒരിക്കലും സ്വാഭാവികമായി സംഭവിച്ചതല്ല. താൻ അധികാരത്തിലേറി 1 ദിവസത്തിനുള്ളിൽ ഉക്രൈനിലെ യുദ്ധം തന്നെ അവസാനിപ്പിക്കുമെന്ന ഉറപ്പ് ട്രംപ് നേരത്തെ നൽകിയതും ഇക്കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ്. ഇനി സ്വന്തമായി ക്രിപ്റ്റോ കോയിൻ പുറത്തിറക്കി ട്രംപ് ക്രിപ്റ്റോ കറൻസി പ്രസിഡന്റ് എന്ന പേരിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിലൊക്കെ തന്നെ പല മാധ്യമങ്ങളും എടുത്തു പറഞ്ഞിരുന്നു. ലോകത്തിലെ തന്നെ ക്രിപ്റ്റോ കറൻസിയുടെ തലസ്ഥാനമാക്കി അമേരിക്കയെ മാറ്റാനുള്ളൊരു നീക്കം ട്രംപിനുണ്ട്. ട്രംപിൻ്റെ ക്രിപ്റ്റോ കോയിൻ പുറത്തിറക്കി, ട്രംപ് മീം കോയിൻ എന്ന പേരിൽ ഔദ്യോഗികമായി ലോഞ്ച് ചെയ്ത് വലിയ തോതിലുള്ള വളർച്ച, 200% വളർച്ചയൊക്കെ തന്നെയാണ് അതിന് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തിനേറെ പറയുന്നു, രാജ്യത്തിൻ്റെ ഗോൾഡ് റിസർവിന് പകരം പോലും ക്രിപ്റ്റോ കറൻസി വാങ്ങാൻ ഒരുപക്ഷെ ട്രംപ് ആലോചിച്ചേക്കും. ഇനി വളരെ വിപരീതമായ ഒരു സമീപനമാണ് ബൈഡനിൽ നിന്നും കാലാവസ്ഥാ ഊർജ്ജ നയങ്ങളിൽ ട്രംപിനുള്ളത്. പാരീസ് ഉടമ്പടിയിൽ നിന്നും വീണ്ടും പിന്മാറാനും ഖനനത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കാനുമാണ് ട്രംപ് പോകുന്നത്. ഇനി ഇലക്ട്രിക് വാഹനങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ബൈഡൻ സർക്കാർ പറഞ്ഞിട്ടുള്ളത്. അതിനെ പരമാവധി ആശ്രയിക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിൽ വിപരീതമായൊരു തീരുമാനമായിരിക്കും ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. രാജ്യത്ത് ഏറ്റവും അധികം ഫോസിൽ ഇന്ധന ഉൽപ്പാദനം വർദ്ധിപ്പിക്കും. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കലവറകളിലൊന്നായിട്ടുള്ള അമേരിക്കയിൽ കൂടുതൽ പരിവേഷണവും കൂടുതൽ ഉൽപ്പാദനവും ഉണ്ടാകും. എന്നാൽ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ, പുതിയ നയങ്ങളിൽ വലിയ സംശയം തന്നെയാണ്, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ തന്നെയാണ് ലോകം ചർച്ച ചെയ്യുന്നത്. ഉറപ്പായും ട്രംപ് അധികാരത്തിലെത്തിയതിന് പിന്നാലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും വലിയ സ്വാധീനം പുലർത്തുന്നതും വ്യവസായ ഭീമൻ കൂടിയായിട്ടുള്ള ഇലോൺ മസ്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു താക്കോൽ സ്ഥാനം തന്നെ നൽകി
കൂടെ നിർത്തിയിരിക്കുന്നത്. അമേരിക്കയെ പോലെ തന്നെ അതിശക്തമായ ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അത് മറ്റു രാജ്യങ്ങളിൽ ലോകത്ത് തന്നെ ഉണ്ടാകുന്ന പ്രതിഫലനം ഭീമാകാരമായിരിക്കും. അതുകൊണ്ടാണ് ട്രംപ് അധികാരത്തിലെത്തുന്നതിനെ വളരെ ആകാംക്ഷയോടുകൂടി, ആശങ്കയോടുകൂടി ഏവരും ഉറ്റുനോക്കുന്നത്. 47ാമത്തെ അമേരിക്കൻ പ്രസിഡന്റായി അങ്ങനെ ട്രംപ് സ്ഥാനമേൽക്കാൻ മണിക്കൂറുകൾ മാത്രം. ഇന്ത്യൻ സമയം രാത്രി 10:30 ഔദ്യോഗിക ചടങ്ങ് തുടങ്ങും. പ്രതികൂല കാലാവസ്ഥ അനുസരിച്ച് 1985 ശേഷം ഇതാദ്യമായി ക്യാപിറ്റോൾ മന്ദിരത്തിനകത്ത് ഔട്ട്ഡോർ ഒഴിവാക്കി ഇൻഡോറിലേക്ക് ചടങ്ങ് നടത്തുന്നു. ട്രംപിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് സാക്ഷികളാകാൻ ഒട്ടനവധി ലോക നേതാക്കളാണ് അമേരിക്കയിലെത്തുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി അടക്കം ക്ഷണിച്ചിട്ടുള്ള വലിയ പരിപാടി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.